എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഞാൻ അനുശ്രീ. ഓണച്ചിത്രങ്ങളുടെ ആരവം തിയേറ്ററുകളിൽ നിന്ന് അവസാനിക്കുന്നതിന് മുമ്പ് പൂജാവധി ആഘോഷിക്കാൻ ഒരു പിടി ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രം പുലിമുരുകനും മമ്മൂട്ടി നായകനായി എത്തുന്ന തോപ്പിൽ ജോപ്പനും വെള്ളിയാഴ്ച പുറത്തിറങ്ങും. ഒരു കാടിന്റെ പശ്ചാത്തലത്തിലാണ് പുലിമുരുകൻ ഒരുങ്ങുന്നത്. ഉദയകൃഷ്ണ തിരക്കഥയെഴുതിയിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വൈശാഖാണ്. മുരുകൻ കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി ഒരു അച്ചായൻ വേഷത്തിലെത്തുന്ന ചിത്രമാണ് തോപ്പിൽ ജോപ്പൻ. ജോണി ആന്റണിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മമത മോഹൻദാസ്, ആൻഡ്രിയ തുടങ്ങിയവരാണ് നായികാ വേഷത്തിലെത്തുന്നത്. ഒരു നല്ല കാര്യത്തിനാ പോണേ. ദൈവത്തെ ഓർത്ത് കുടിക്കല്ലേ? ദൈവത്തെ ഓർത്ത് കുടിക്കത്തേയില്ല മച്ചി. ഇവയൊന്നും കൂടാതെ 2 അന്യഭാഷാ ചിത്രങ്ങളും വെള്ളിയാഴ്ച കേരളത്തിലെത്തുന്നുണ്ട്. ശിവകാർത്തികേയൻ നായകനാകുന്ന റെമോയും തമന്ന പ്രഭുദേവ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഡെവിളുമാണ് ഈ ചിത്രങ്ങൾ. ഭാഗ്യരാജ് കണ്ണൻ സംവിധാനം ചെയ്യുന്ന റെമോയിൽ ശിവകാർത്തികേയൻ ഒരു സ്ത്രീ വേഷത്തിലെത്തുന്നുണ്ട്. കീർത്തി സുരേഷാണ് ചിത്രത്തിലെ നായിക. உனக்கு ஜென்மத்துக்கு நடிப்பு வராதரா? நீ வேணா பாரு, நான் பெரிய நடிகனாகி ஸ்கிரீன்ல ஆடுவேன், തമിഴ്നാടേ ആടുവാൻ. AL വിജയ് സംവിധാനം ചെയ്യുന്ന ഡെവിളാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിത്രം. തമന്ന, പ്രഭുദേവ, സോനു സൂദ് എന്നിവരാണ് ചിത്രത്തിൽ മുഖ്യ വേഷത്തിലെത്തുന്നത്. மாட்டு பொண்ணு கேள்விப்பட்டிருக்கேன். உனக்கு இப்படி நிஜமாலே ஒரு மாட்டு பொண்ணு பிடிச்சிட்டாங்களேடா. പോയി இந்த പാൽക്കാരി ഇതാ കിടച്ചാളാ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രഭുദേവ അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത. நான் முன்னாடி போறேன், நீ 10 அடி பின்னாடி வா. பாம்பேல அப்படிதான். ஹஸ்பண்ட் அண்ட் ஒய்ஃப் ஒண்ணா நடக்க மாட்டாங்க. തമിഴ് മാഡം കൂപ്പിട്. அந்த மாதிரிலாம் யாரும் இல்ல சார், கிளம்புங்க. പ്രഭുദേവയുടെയും തമന്നയുടെയും അടിപൊളി നൃത്തരംഗങ്ങളും നമുക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ മുഖ്യ വേഷത്തിലെത്തുന്ന ചിത്രമാണ് കവി ഉദ്ദേശിച്ചത്. രമണിയേച്ചിയുടെ നാമത്തിൽ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ തോമസ് ലിജു തോമസ് കൂട്ടുകെട്ടിലാണ് കവി ഉദ്ദേശിച്ചത് ഒരുങ്ങുന്നത്. പ്രിയപ്പെട്ട സിനിമാ വിശ്വാസികളെ, ഒക്ടോബർ 8 മുതൽ കവികൾ ഉദ്ദേശിച്ചത് നടപ്പിലാക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും മാതൃഭൂമി.comന്റെ നവരാത്രി ആശംസകൾ. ഇനി തിയേറ്ററുകളിൽ കാണാം.